പരുന്തുംപാറയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി ജില്ലാ ഭരണകൂടം. പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ച സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നു പോന്നിരുന്നു. ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. പരുന്തുംപാറയിൽ 20-ലധികം പേരുടെ കൈവശമുള്ള സ്ഥലത്തിന്റെയും പട്ടയത്തിലെയും സർവേ നമ്പർ വ്യത്യാസം റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിലാണ് കണ്ടെത്തിയത്. പരുന്തുംപാറ സംബന്ധിച്ചോളം അത് നമുക്ക് മഞ്ഞുമല പേരുമൊരു വില്ലേജ് രണ്ടിനിടയ്ക്കുള്ള ഒരു ഭാഗമാണ് നമ്മൾ പരുന്തുംപാറ എന്ന് പറയുന്നത്. അതിൽ ചില കേസസിൽ അവർക്ക് ശരിക്കും പട്ടയം കൊടുത്തുള്ള കേസാണ്. പക്ഷേ ആ പട്ടയത്തിലുള്ള സർവേ നമ്പറും അവർ കൈവശം ഇരിക്കുന്ന സർവേ നമ്പറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇതേപോലെ നമുക്കൊരു 20-ലധികം കേസസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഡിജിറ്റൽ സർവേയുടെ ഭാഗമായിട്ട് തന്നെ. സോ ഇത് നമ്മുടെ ഡിജിറ്റൽ സർവേ ആ ഭാഗത്തിലേക്ക് മാത്രം കൂടുതൽ ശ്രദ്ധയോട് കൂടി ചെയ്യാനാണ് ഒരു ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി ഒരു 15 days to 1 month 30 days ആണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കേസസും വരുന്നത്. അത് ചെയ്യുമ്പോൾ തന്നെ പേരലിൽ നമ്മുടെ റവന്യൂ ടീമും അവിടേക്കുള്ള പട്ടയം ഇഷ്യൂ ചെയ്തതും NOC ഇഷ്യൂ ചെയ്ത് ആ കേസസ് എല്ലാം കൂടി ചെക്ക് ചെയ്യുന്നത് സബ് കളക്ടർ തലത്തിൽ ചെയ്യും. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ അവസാനമാണ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇത് എൻഫോഴ്സ്മെന്റ് ആണോ എന്താണ് കാര്യങ്ങളുള്ളത്. പക്ഷേ എന്തെങ്കിലും പോലും ഇങ്ങനെ വ്യാപകമായിട്ട് മണ്ണെടുക്കണമെന്നും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഇഷ്യൂ ചെയ്ത് കാണും. സുബിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുബിൻ, ഈ സ്ഥലത്തിന്റെയും പട്ടയത്തിന്റെയും സർവേ നമ്പറിലെയും വ്യത്യാസം അടക്കം പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇനിയുള്ള തുടർ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? പ്രധാനമായും ഇനിയിപ്പോൾ ഡിജിറ്റൽ സർവേ നടത്തി ഈ ഭൂമി തിരിച്ചുപിടിക്കുക എന്നുള്ളൊരു നീക്കത്തിലേക്കാണ് നിലവിൽ ജില്ലാ ഭരണകൂടം കടന്നിട്ടുള്ളത്. അതിനുള്ള നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ പരുന്തുംപാറയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ജനം TV പുറത്തുവിട്ടിരുന്നു. വ്യാപകമായ കയ്യേറ്റമാണ് ഈ പരുന്തുംപാറയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അടിയന്തര ഇടപെടലുമായി ജില്ലാ ഭരണകൂടം രംഗത്തെത്തിയിട്ടുള്ളത്. പ്രധാനമായും പരുന്തുംപാറയുടെ വ്യൂ പോയിന്റിന് തൊട്ടു താഴെ ഒരു 4 നിലകളിലുള്ള 3 കെട്ടിടങ്ങളാണ് ഒരു കയ്യേറ്റ ഭൂമി ഒരാൾ കയ്യേറി കെട്ടിടം പണിതിട്ടുള്ളത്. ഒരു സജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു സ്ഥലം കയ്യേറി ഇത്തരത്തിൽ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. പ്രധാനമായും മഞ്ചുമല വില്ലേജിന്റെയും അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ വില്ലേജിന്റെയും മധ്യത്തിലുള്ള ഒരു പ്രദേശമാണ്. ഈ 2 പ്രദേശത്തെയും സർവേ നമ്പറുകൾ വ്യാജമായി കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു അനധികൃത കയ്യേറ്റങ്ങളെല്ലാം തന്നെ നടന്നിട്ടുള്ളത്. പ്രധാനമായും 20-ലധികം അനധികൃത കയ്യേറ്റങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ സർവേ നമ്പറുകൾ മാറ്റിമറിച്ച് 20-ലധികം കയ്യേറ്റങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പ്രകാരം വലിയ രീതിയിൽ ഇത്തരത്തിൽ വ്യാജമായി സർവേ നമ്പറുകൾ മാറ്റി കയ്യേറ്റം നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ രേഖകൾ പരിശോധിക്കുകയും ഡിജിറ്റൽ സർവേ നടത്തുകയും ആണ് ചെയ്തത്. ഇതിനുശേഷം ഈ നടപടികൾ പൂർത്തിയാക്കി 1 മാസത്തിനകം റിപ്പോർട്ട് കളക്ടർക്ക് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനുശേഷമാകും അനധികൃതമായി സമ്പാദിച്ചിരിക്കുന്ന പട്ടയങ്ങൾ റദ്ദാക്കാനുള്ള നടപടിയിലേക്ക് കടക്കുക. അത്തരത്തിൽ ഈ അനധികൃതമായി സമ്പാദിച്ചിട്ടുള്ള പട്ടയങ്ങൾ റദ്ദാക്കുകയും ഈ ഭൂമി തിരിച്ചുപിടിക്കുകയും ചെയ്യാനാണ് നിലവിൽ നീക്കം നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി കയ്യേറ്റ ഭൂമി അതിൽ നിയമസാധ്യത ഉണ്ടാക്കാനുള്ള നീക്കം ഉണ്ടായാൽ അത് തടയണമെന്നുള്ളൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നിലവിൽ നൽകിയിട്ടുണ്ട്. ഈ കയ്യേറ്റക്കാർക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരെ കണ്ടെത്താനും കർശനമായ നിർദ്ദേശം. അതായത് ഉദ്യോഗസ്ഥ ഒത്താശയിലാണ് ഇത്തരത്തിലുള്ള ഈ കയ്യേറ്റങ്ങൾ വ്യാപകമായി നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റി നിർത്തണമെന്നുള്ളൊരു നിർദ്ദേശവും ഈ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി അറിയിച്ചിരുന്നു. അത്തരത്തിലുള്ള സാധ്യതകളും നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നുണ്ട്. അതായത് ഈ ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ട് ഈ മറ്റു നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു നീക്കവും നിലവിൽ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്.